നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ജനുവരി 14 ചൊവ്വാഴ്ച രാവിലെ 8:55 സൂര്യൻ ഗുരുക്ഷേത്രമായ ധനുരാശിയിൽ നിന്നും ശനിക്ഷേത്രമായ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഇതിനെ മകരസംക്രാന്തി എന്ന് പറയും. ഉത്തരായന പുണ്യകാലത്തിൻ്റെ പ്രവേശന സമയമാണ് മകരസംക്രമണം അഥവാ മകരസംക്രാന്തി. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസ കാലയളവിനെയാണ് ഉത്തരായന കാലമെന്ന് പറയുന്നത്. കർക്കടകം മുതൽ ധനു വരെയുള്ള 6 മാസ കാലയളവിനെ ദക്ഷിണായന കാലമെന്നും പറയുന്നു. പുണ്യകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ഉത്തരായന കാലം. അങ്ങനെ സൂര്യൻ മകരൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ രാശിചക്രത്തിലുള്ള 12 രാശിക്കാർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. സൂര്യൻ്റെ ഈ രാശിമാറ്റത്തിന് ശേഷം ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ ചിന്തിക്കുന്നത്. ആദ്യമായി മേടൻ രാശിയുടെ മകരമാസത്തെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, കർക്കടകത്തിൽ കുജൻ. ജനുവരി 21 കുജൻ വക്രാവസ്ഥയിൽ മിഥുനത്തിലേക്ക് രാശി മാറുന്നു. കന്നിയിൽ കേതു, ധനുവിൽ ബുധൻ. ജനുവരി 24 ബുധൻ മകരത്തിലേക്ക് രാശി മാറും. മകരത്തിൽ രവി ഫെബ്രുവരി 3 കുംഭത്തിലേക്ക് രാശി മാറും. കുംഭത്തിൽ ശുക്രൻ, ശനി. ശുക്രൻ ജനുവരി 28 മീനത്തിലേക്കും, മീനത്തിൽ രാഹു ആണ് നിൽക്കുന്നത്. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ 5ാം ഭാവാധിപനാണ് സൂര്യൻ. ജനുവരി 14 ശേഷം സൂര്യൻ മേടൻ രാശിയുടെ കർമ്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന സൂര്യൻ കർമ്മരംഗത്ത് വലിയ ഉയർച്ചയും മാറ്റങ്ങളും ഉണ്ടാക്കും. അധികാരികളുമായുള്ള സൗഹൃദം കൂടുന്ന സമയമാണ്. 5ാം ഭാവാധിപൻ കൂടിയായ സൂര്യൻ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികളിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കും. കർമ്മരംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. പ്രൊഫഷണൽസിന് സമയം വളരെ മെച്ചമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കും. ആഗ്രഹിക്കുന്ന ജോലിയിൽ കയറാൻ കഴിയും. ബന്ധുക്കളുടെ സഹകരണവും ആരോഗ്യവും ധനവരവും ഉണ്ടാകുന്ന സമയമാണ്. 10ാം ഭാവാധിപനായ ശനി 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്തെ അധികാരപ്രാപ്തിയും ബഹുമാന ലാഭവും സ്ഥാനമാനങ്ങളും വരുമാനവും ലഭിക്കും. സന്താന സുഖവും സന്തോഷവും ഉണ്ടാകും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അവരുടെ തൊഴിൽ സ്ഥലത്ത് അംഗീകാരവും സ്നേഹവും ലഭിക്കും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും. 7ാം ഭാവാധിപനായ ശുക്രൻ 11ഉം 12ഉം ഭാവങ്ങളിലൂടെയാണ് മകരമാസത്തിൽ സഞ്ചരിക്കുന്നത്. ജനുവരി 28 വരെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ദമ്പതികൾക്ക് വളരെ സന്തോഷപ്രദവും ആർഭാടകരവുമായ ഒരു ജീവിതം നൽകും. ഈ സമയത്ത് ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ വൻപിച്ച വളർച്ചയും വരുമാനവും ഉണ്ടാകും. എന്നാൽ 12ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ശുക്രൻ ചിലവുകൾ ഉണ്ടാക്കും. ആ സമയത്ത് ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപനായ ബുധൻ കേന്ദ്രഭാവമായ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് കുട്ടികളുടെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കും. നല്ല പഠന വിജയം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും അധികം വിഷമിക്കേണ്ടി വരികയില്ല. പ്രണയിക്കുന്നവർക്ക് സമയം വളരെ മെച്ചമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും. 9ാം ഭാവാധിപനായ ഗുരുവാണ് 2ൽ സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 14 വരെ ഗുരു മേടക്കൂറുകാർക്ക് സൗഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. വരുമാനം വർദ്ധിക്കാനും നിക്ഷേപങ്ങൾ തുടങ്ങാനും ഇത് വളരെയധികം സഹായം നൽകും. സുഖവും പ്രശസ്തിയും ഉണ്ടാകും. ശത്രുക്കളുടെ ശല്യം ഇല്ലാതാകും. ദാനധർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകും. പിതൃസ്വത്ത് ലഭിക്കും. ജനുവരി 21 വരെ 4ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. ബുധൻ മകരമാസത്തിൽ മേടൻ രാശിയുടെ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജനുവരി 24 വരെ 9ൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ ജനുവരി 24 ശേഷം പുതിയ സ്ഥാനങ്ങളും ശത്രുക്കളുടെ പരാജയവും സംഭവിക്കുന്നു. 6ലെ ശിഖി ധനലാഭവും സുഖവും നൽകുമ്പോൾ 12ലെ രാഹു ചെലവുകൾ ഉണ്ടാക്കും. 11ലെ ശനി അധികാരപ്രാപ്തിയും ഭാര്യാപുത്രാദി സുഖവും
ബഹുമാന ലാഭവും സന്തോഷവും നൽകുന്നു. പൊതുവെ മേടക്കൂറുകാർക്ക് വളരെ മെച്ചമായ ഒരു മാസമാണ് മകരമാസം. കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി കുജനെ പ്രീതിപ്പെടുത്തണം, കേതുവിനെ പ്രീതിപ്പെടുത്തണം. കുജപ്രീതിക്ക് വേണ്ടി ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തണം. കേതുവിനെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുവിനെ അർച്ചനയും നടത്തുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.